റായ്ബറേലിയിലെ പോരാട്ടം രാഹുലിന് കടുപ്പമേറിയതാകും. ഗാന്ധി കുടുംബത്തോട് അചഞ്ചലമായ കൂറ് പുലർത്തുമ്പോഴും ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ച ചരിത്രവും റായ്ബറേലിയക്കുണ്ട്. തെരഞ്ഞെടുപ്പ് ജീവിതത്തിൽ ഇന്ദിരാഗാന്ധി നേരിട്ട ഏക പരാജയവും റായ്ബറേലിയിൽ നിന്നാണ്. ഗാന്ധി കുടുംബത്തിലെ പുതുതലമുറ നേതാവ് ഇത്തവണ മത്സരിക്കാനെത്തുമ്പോൾ മണ്ഡലത്തിലെ 5 നിയമസഭാ സീറ്റിൽ ഒന്നിൽ പോലും കോൺഗ്രസ് ഇല്ല. ഇത് റായ്ബറേലിയിലെ പോരാട്ടം രാഹുലിന് കടുപ്പമേറിയതാക്കുമെന്ന് നിശ്ചയം തന്നെയാണ്. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമിട്ട് ഇന്നലെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേതാവ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നിന്ന് മത്സരിക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നത്. കോൺഗ്രസ് നേതാവും അമ്മയുമായ സോണിയാഗാന്ധിയുടെ സിറ്റിംഗ് മണ്ഡലമാണ് റായ്ബറേലി. രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്ന അമേഠിയിൽ കിഷോരി ലാൽ ശർമ്മ മത്സരിക്കുമെന്നും കോൺഗ്രസ് അറിയിച്ചു. ഇത്തവണ മത്സരത്തിന് ഇല്ലെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി അറിയിച്ചതായും പാർട്ടി വ്യക്തങ്ങൾ അറിയിച്ചു. അമേഠിയിലെയും റായ്ബറേലിയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ രാഹുൽ ഗാന്ധിയും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ചർച്ച നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം വന്നത്. റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം ഇന്നലെയാണെന്നിരിക്കെയാണ് പ്രഖ്യാപനം വന്നത്. കർണാടകയിലാണ് രാഹുലും ഖാർഗെയും തമ്മിൽ ചർച്ച നടന്നത്. ചർച്ചയ്ക്ക് പിന്നാലെ തീരുമാനം പ്രഖ്യാപിക്കാൻ ഖാർഗെയെ ചുമതലപ്പെടുത്തുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് രാഹുൽ കർണാടകയിലെത്തിയത്. ഗാന്ധി കുടുംബത്തിലെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ 2 ദിവസം മുൻപ് അമേഠിയിൽ പ്രതിഷേധ പ്രകടനവും നടത്തിയിരുന്നു. ഗാന്ധി കുടുംബവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് യുപിയിലെ റായ്ബറേലി മണ്ഡലം. ലക്നൌവിൽ നിന്നും 82 കിലോമീറ്റർ തെക്കുകിഴക്കായി സായ് നദീതീരത്തുള്ള റായ്ബറേലി മണ്ഡലത്തിൽ മത്സരിക്കാനായി രാഹുൽ എത്തുന്നതോടെ മണ്ഡലവും ഗാന്ധി കുടുംബവും തമ്മിലുള്ള ബന്ധം കൂടുതൽ അരക്കെട്ടുറപ്പിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം 3 തവണയൊഴികെ കോൺഗ്രസിനെ പിന്തുണച്ച മണ്ഡലമാണ് റായ്ബറേലി. 1952 മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധിയാണ് റായ്ബറേലിയിൽ നിന്ന് ആദ്യമായി വിജയം നേടുന്നത്. 1957 ഫിറോസ് ഗാന്ധി വിജയം ആവർത്തിച്ചു. ഫിറോസ് ഗാന്ധിയുടെ മരണശേഷം 1960 RP സിംഗും 1962 ബൈസ്നാഥ് കുരിയിലും വിജയിച്ചു. ഇരുവരും കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിരുന്നു. 1967 ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാനെത്തുകയും വിജയിക്കുകയും ചെയ്തു. 1971 ഇന്ദിരാഗാന്ധി വിജയം തുടർന്നു. എന്നാൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന 1977 തെരഞ്ഞെടുപ്പിൽ റായ്ബറേലി ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചു. ജനതാ പാർട്ടിയുടെ രാജ് നാരായണനാണ് ഇന്ദിരയെ പരാജയപ്പെടുത്തിയത്. എന്നാൽ 1980 ഇന്ദിര വീണ്ടും റായ്ബറേലിയിൽ വിജയിച്ചു. മധേക്കിൽ കൂടി വിജയിച്ച ഇന്ദിര റായ്ബറേലിയിലെ MP സ്ഥാനം കൈയൊഴിഞ്ഞു. 1980 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ അരുൺ നെഹ്റുവാണ് വിജയിച്ചത്. 1984 അരുൺ നെഹ്റു വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. 1989 1991 നെഹ്റു കുടുംബത്തിലെ ബന്ധുവായ ഷീല കൗളാണ് വിജയിച്ചത്. 1996 അശോക് സിംഗിലൂടെ റായ്ബറേലി BJP പിടിച്ചെടുത്തു. 1998 അശോക് സിംഗ് വിജയം തുടർന്നു. 1999 സതീഷ് ശർമ്മയിലൂടെയാണ് കോൺഗ്രസ് മണ്ഡലം തിരിച്ചുപിടിക്കുന്നത്. 2004 മുതൽ 2019 വരെ സോണിയാഗാന്ധിയാണ് തുടർച്ചയായി റായ്ബറേലിയിൽ നിന്നും വിജയിക്കുന്നത്. ആരോഗ്യ കാരണങ്ങളാൽ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറിയതോടെയാണ് റായ്ബറേലിയിൽ രാഹുലിന് വഴിയൊരുങ്ങുന്നത്. ഏതാനും ദശകങ്ങളായി റായ്ബറേലി ഗാന്ധി കുടുംബത്തോട് വിശ്വസ്തത പുലർത്തുമ്പോൾ തന്നെ മണ്ഡലത്തിലെ കോൺഗ്രസ് പാർട്ടി ഏറെക്കുറെ കക്ഷി നിലയിലാണ്. 5 അസംബ്ലി സീറ്റുകളിൽ 4 ബർച്ചവാൻ, ഹർചന്ദ്പൂർ സറേനി, ഉഞ്ചഹാർ എന്നിവ സമാജ്വാദി പാർട്ടിയുടെയും സദർ സീറ്റ് BJP പാർട്ടിയുടെയും കൈവശമാണ്. ഗാന്ധി കുടുംബം ദീർഘകാലങ്ങളായി മണ്ഡലത്തിൽ സജീവ ബന്ധം പുലർത്തുന്നതായും ഇടനിലക്കാരായ നേതാക്കളുടെ കടന്നുവരവും സാധാരണ പ്രവർത്തകരെയും ലോക്കൽ നേതാക്കളെയും കോൺഗ്രസിൽ നിന്നും അകറ്റി. പഴയ തലമുറയിലെ വോട്ടർമാർ ഇപ്പോഴും വൈകാരികമായി ഗാന്ധിയോട് ചായ്വുള്ളവരാണെന്നും കോൺഗ്രസിന് മണ്ഡലത്തിൽ പഴയ കരുത്തില്ലെന്നും യുവതലമുറ നരേന്ദ്രമോദിയോട് ആഭിമുഖ്യം പുലർത്തുന്നതും കോൺഗ്രസിന് ഇവിടെ വെല്ലുവിളി ഉയർത്തുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുപിയിലെ റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി സോണിയാഗാന്ധിയോടൊപ്പമാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എത്തിയത്. തുടർന്ന് ഇന്നലെ രാവിലെ 11 മണിക്ക് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തു. രാഹുലിന്റെ യുപിയിലെ സ്ഥാനാർത്ഥിത്വം ഹിന്ദി ഭൂമിയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കും. രാഹുൽ ഒരു പോരാളിയാണ്. അദ്ദേഹത്തിന് പിന്നോട്ടു പോകാനാവില്ല. ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കുമെന്നും അജയ് റായ് അഭിപ്രായപ്പെട്ടിരുന്നു. അതേസമയം റായ്ബറേലിയിൽ മത്സരിക്കാനുള്ള തീരുമാനത്തിൽ രാഹുലിനെ വിമർശിച്ച് BJPയും രംഗത്തെത്തി. തോൽവി ഭയന്ന് അമേഠിയിൽ നിന്നും രാഹുൽ ഗാന്ധി ഒളിച്ചോടി.
കൂടുതൽ വിജയസാധ്യതയുള്ള മണ്ഡലം തേടി പോയെന്നും BJP പരിഹസിച്ചു. ഇത്രയും വർഷം അമേഠിയെ കബളിപ്പിച്ച് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് പോയി. ഇപ്പോൾ വയനാടിനെയും കബളിപ്പിക്കുകയാണെന്നും BJP വക്താവ് ചൂണ്ടിക്കാണിച്ചിരുന്നു.